ഒരു അടിപൊളി വൈകുന്നേരമാണ് ഈ കാ എന്തെല്ലാം സാധനങ്ങളാണ് എന്റെ പൊന്നോ ഇവിടെ കാണാൻ. വാവ്, ഇതെല്ലാം കാഴ്ച ലോബ്സ്റ്ററിക്കണല്ലേ. ഞങ്ങൾ ഇന്നൊരു പിഗാർ എന്ന് പറയുന്ന ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളുടെ കൂടെ ഈ കാണുന്ന രണ്ടുപേരും കൂടെ വന്നു ചേർന്നിട്ടുണ്ട്. ക്രിസ്റ്റിയുടെ കസിൻസ് ആണ് ഇവർ രണ്ടുപേരും. രാഹുൽ നാളെ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് രാഹുലിനോട് യാത്ര പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ പിഗാർ കഴിക്കാൻ ഞങ്ങളുടെ കൂടെ അവരും ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പിഗാർ കഴിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. നല്ലൊരു കട തപ്പിയാണ് നടക്കുന്നത്. പോകുന്ന വഴിക്ക് തന്നെ വാഹനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇതെല്ലാം വൈബില്ലേ, നോക്കി എന്ത് രസമാണ് നോക്കി. ഇതാണ് ഡഗുപ്പ അല്ലേ, പിഗാർ എന്ന് പറയുന്ന ഫുഡ് കിട്ടുന്ന സ്ഥലം. രാത്രി ആകുമ്പോ ഇവര് റോട്ടിൽ ഇതേപോലെ ടേബിള് പിന്നെ കാര്യങ്ങളൊക്കെ ഇറക്കിയിടും. ഇവിടെ കുടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മദ്യമൊന്നുമല്ല കേട്ടോ, ബിയറൊക്കെ കുടിക്കാൻ രാത്രി. പിന്നെ അതേപോലെ തന്നെ ബീഫാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. ബീഫ് എന്ന് പറഞ്ഞാൽ ഓക്കെ സിഡാണല്ലോ. ബീഫാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനം. അതിലിതാ ഈ പിഗാർ എന്ന് പറയുന്നതാണ് ഈ ബീഫിന്റെ ഒരു സംഗതി. നമ്മുടെ ബീഫ് ചില്ലിയുടെ വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് കിലോക്ക് 210, അര കിലോന് 350, 3/4 കിലോയ്ക്ക് 470, 1 കിലോയ്ക്ക് 650, അങ്ങനെ പല രീതിയിലുണ്ട്. ഇത് എന്തിന്റെ കൂടെ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറിന്റെ കൂടെയാണ് കഴിക്കുക. ഇവിടെയുള്ള പിഗാർ തന്നെയാണ്. ഇതുകൊണ്ടാണ് ഇവിടെയുള്ള ആൾക്കാരും ജീവിക്കുന്നത്. വൈകുന്നേരം ഇത് നല്ല രസമുള്ളൊരു കാര്യമാണ്. ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു വിഭവമാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ രാഹുൽ ഇന്ന് രാത്രി ഇന്ത്യയിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പൊ രാഹുലിന്റെ വക ചെലവാണെന്ന് ഞങ്ങൾക്ക്. ഓക്കെ, ആദ്യം തന്നെ ഇതേപോലെ ഒരു സൂപ്പ് കൊണ്ടുവെക്കും. പിന്നെ സോയാ സോസ്, അതേപോലെ നാരങ്ങ, ഇതൊക്കെ കൊണ്ടുവെക്കും. ഇതൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാത്രത്തിൽ ചെറിയൊരു സോസ് പോലെ ഉണ്ടാക്കി വെക്കണം. അതാണ് ഈ പിഗാറിന്റെ കൂടെ കഴിക്കാനുണ്ടാവുക. ആൾക്കാർ പോകുന്ന വഴിയാണിത്. നടു റോട്ടിലാണ് ഈ കസേരയും മേശയൊക്കെ എടുത്തിട്ടിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ആൾക്കാർ നിരന്നിരിക്കുന്നത്. ബാർബിക്യൂ ആണ്. പനയിനം തൊടല് ഇതാണ് ഒറിജിനൽ ചോദിക്കാണ്. എന്തെല്ലാം സാധനങ്ങളാണ് എൻ്റെ പൊന്നോ ഇവിടെ കാണാൻ. അവിടെ അത്രയും പേര് ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ മോൾക്ക് കോഴി വേണം, അത് വാങ്ങാൻ വേണ്ടി വന്നു. ഒരു അടിപൊളി വൈകുന്നേരമാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ലൈഫ് സ്റ്റൈല്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ എന്തൊരു മണമാണെന്ന് അറിയുക, പൊടിഞ്ഞ മണമാണ്. എന്തൊക്കെയോ ഇങ്ങനെ ഗ്രില്ല് ചെയ്തതിൻ്റെ സ്മെല്ലും പിന്നെ ഈ ആൾക്കാരുടെ ഇടയിൽ കൂടെ രാത്രി കുറ്റിച്ചിറയിൽ കൂടെ നടക്കണം അതേ ഫീലാണ്. ഇടവും വലവും കുത്തി തിരിയാനൊരു സ്ഥലം പോലും ഉണ്ടാവില്ല. ഇതൊരു ചൈനീസുകാരൻ്റെ കടയുണ്ട്. ഇവിടെ എല്ലാ പാത്രങ്ങളും ഇവിടുത്തെ ചൈനീസുകാരുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം പിഗാർ തിന്നാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. നോക്കിയേ, അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ജീപ്പിന് പിന്നെ ട്രൈസൈക്കിള്, ബൈക്ക്, ഇനിയൊന്നുമില്ല. നല്ല വൈബല്ലേ, എനിക്കിഷ്ടമാണ് ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ. എനിക്കൊന്നും അറിയാൻ പാടില്ല, ഞാനിവിടെ പുതിയതാണ്.
Huh? Only the meat, Yes, yes. not my face, huh? You are handsome, so don't worry. സംഭവം ഇങ്ങനെ മുറിച്ച് ചെറിയ ചെറിയ സാധനങ്ങളാക്കി മുറിച്ചില്ലേ, അതിങ്ങനെ തൂക്കിയിട്ടാണ് ഇവിടെ വിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിലയൊക്കെ ഇതേപോലെ തൂക്കും. കുറച്ച് നെയ്യ് അതിന്റെ കൂടെ ഇടും, സോയാ സോസ്, പിന്നെ എന്തൊക്കെയോ ഒരു സോസിലാണ് അവർ ഇതാക്കുന്നത്. Not one. സോയാ സോസും മറ്റ് ചേരുവകളും എല്ലാം ചേർത്ത ബീഫിനെ വീണ്ടും ഓയിലിട്ട് ഇതുപോലെ വറുത്തെടുക്കും. വറുത്തെടുത്തിട്ട് അവസാന നിമിഷം കുറച്ച് ക്യാബേജും വെളുത്ത ഉള്ളിയും അതൊക്കെ ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് തരുന്ന ഒരു ഡിഷിനെയാണ് ഇവരിവിടെ പികാർ എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി വന്നു എന്നേ ഉള്ളൂ. ഞാൻ ഈ മറ്റേ എന്താണ് പാറ്റിന്റെ ഫാനല്ല, പക്ഷെ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ അങ്ങനെ കുറെ നേരം കാത്തിരുന്നിട്ട് ഇതാണ് പികാർ സാധനം. ബീഫ്, ക്യാബേജ്, വൈറ്റ് ഒണിയൻ ഇതൊക്കെ ഇട്ടിട്ട് You fall down. No need to fall down. You eat fast, huh? Apa? Papa. ഈ കാണുന്ന പികാർ എങ്ങനെയാണ് കഴിക്കേണ്ടത് അതിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ രാഹുൽ കഴിക്കുന്നത്. കുറച്ച് സോയാ സോസ്, പിന്നെ നാരങ്ങ നീര് അതൊക്കെ ഇട്ടിച്ചാണ് ആ ചോറും കൂട്ടി കഴിക്കേണ്ടത്. ഇതിങ്ങനെ കഴിക്കാമെന്ന് എനിക്കറിയില്ല. എനിക്ക് ആ ഒരു ടേസ്റ്റിനോട് എന്തോ വലിയ ഇഷ്ടമില്ല. സാധാരണ ഒരു ഫിലിപ്പീനോ കഴിക്കുന്ന എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ അവന് എല്ലാ ഭക്ഷണവും നല്ല വൃത്തിക്ക് കഴിക്കും. ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് അവനോട് വലിയ അസൂയ. ബീഫ് മലയാളികളുടെ ദേശീയ ഭക്ഷണം ആയതുകൊണ്ട് തന്നെ ഞാനും രാഹുലും അതിമനോഹരമായിട്ട് അതെല്ലാം ഫിനിഷ് ചെയ്തു. കഥകളൊക്കെ പറഞ്ഞ് ഒരുപാട് രാത്രിയായി, ഞങ്ങൾ പിരിയാനുള്ള സമയമായി. അവന് നാളെ വെളുപ്പിനെയാണ് ഫ്ലൈറ്റ്. അവൻ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്നു. പിന്നീട് അവന് പോകാൻ സമയമായപ്പോൾ അവൻ കൈയൊക്കെ തന്ന് അവൻ യാത്രയായി. ശരിക്കും ഇത്രയും ദിവസം വളരെ നല്ല രസകരമായ ദിവസങ്ങളാണ് കടന്നുപോയത്. അവനിവിടെ ഉള്ളത് എനിക്കൊരു ആശ്വാസമായിരുന്നു. കുറച്ച് മിണ്ടാനും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാനും ഒക്കെ ഒരു മലയാളിയെ കിട്ടിയ ആശ്വാസമായിരുന്നു. എന്തായാലും അവൻ പോവാന്ന് പറഞ്ഞപ്പോൾ മനസ്സിനുള്ളിലൊരു ചെറിയ വിഷമമൊക്കെ തോന്നി. എന്തായാലും അവൻ പോയി വരട്ടെ. ബൈ.